ഐസോമെട്രിക് പ്രൊജക്ഷൻ മോഡ്യൂൾ 4. അപ്പോൾ എന്താണ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രൊജക്ഷൻ മീൻസ് ഇറ്റ് ഇസ് ദി representation of a 3-dimensional object on a 2-dimensional plane. അത് നമ്മൾ മുന്നേ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ദി 3D image of the 2D image of the 3D object obtained on an imaginary plane. അതാണ് പ്രൊജക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഇസ് ദി representation of a 3-dimensional object on a 2-dimensional plane is known as projection. The projection is classified into two main ideas, that is parallel projection and converging projection. അപ്പോൾ ഇവിടെ ഒരു കൺവെർജിങ് പ്രൊജക്ഷൻ്റെ ഒരു ഫിഗർ അത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫിഗറിൽ ഒരു കൺവെർജിങ് പ്രൊജക്ഷൻ്റെ ഫിഗറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ വെർച്വൽ സ്പേസ് പ്ലെയിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഈ പ്ലെയിനിൽ, അതായത് ഫിഗർ ഏതാണ്, ഫിഗർ ഏത് നോക്കുക, അപ്പോൾ അവിടെ നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റും. ഇപ്പോൾ ആ വെർച്വൽ സ്പേസ് പ്ലെയിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് കൺവെർജിങ് പ്രൊജക്ഷൻ. ഇവിടെ ഒബ്സർവർ, ഇത് ഒബ്ജക്റ്റ്, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഒബ്സർവർ ആൻഡ് ഒബ്ജക്റ്റ് യു ക്യാൻ സീ എ പ്ലെയിൻ. അപ്പോൾ ഇത് അടുപ്പിച്ച് വെക്കുക, അകലെയും വെക്കാം. അപ്പോൾ അങ്ങനെ അടുപ്പിച്ചോ അകലെയും അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജിൻ്റെ സൈസ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷെ ആ സൈസ് ഒരിക്കലും ഇതിന് ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ അതെപ്പോഴും ഈക്വൽ ആവാം, ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ നമ്മൾ ഈ ഒബ്സർവർ ബാക്കോട്ടേക്ക് തള്ളുക. അപ്പോൾ ഒരു സർട്ടൻ ഡിസ്റ്റൻസ് അവയിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിൻ്റെ സൈസും ഈ ഇമേജിൻ്റെ സൈസും തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് പാരലൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒബ്സർവറിൻ്റെ അടുത്ത് വെക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥ നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് ആക്ച്വൽ സൈസ് ഓഫ് ഒബ്ജക്റ്റിനെ കുറച്ചുകൂടി ചെറുതായിരിക്കും ഈ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജ്. So this is the image of the object plane. This is the perspective image എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ സൈസ് സെയിം അല്ല. സോ ഇതിനെ നമ്മൾ പെർസ്പെക്റ്റീവ് ഇമേജ് എന്ന് പറയും. ഇത് നമ്മുടെ വിഷ്വൽ റേസ് കണ്ടോ, ഇവിടെ വിഷ്വൽ റേസ് പാരലൽ അല്ല, ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ വിഷ്വൽ റേസ് ഒബ്സർവറിൻ്റെ ഐയിലേക്ക്, കണ്ണിലേക്ക് കൺവേർജ് ചെയ്യുന്നതായിട്ട് കാണാം. കൺവെർജിങ് വിഷ്വൽ റേസ് ഫിഗർ ഐയിൽ പ്ലെയിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, വിഷ്വൽ റേസ് ഫിഗർ ഐയിൽ കാണിച്ചിട്ടുള്ള പ്ലെയിനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് കിട്ടുന്നുണ്ട്. ഇതിന് നമ്മൾ പറഞ്ഞ പേരാണ് കൺവെർജിങ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൈസ് ഓഫ് ദി ഇമേജ് നോട്ട് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ഇമേജ്, ആ ഇമേജിൻ്റെ സൈസും അതേമാതിരി ഷേപ്പും ഉണ്ടല്ലോ. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ഇമേജ് ഫോംഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി റിലേറ്റീവ് പൊസിഷൻ ഓഫ് ഒബ്സർവർ, പ്ലെയിൻ ആൻഡ് ഓബ്ജക്റ്റ്. ഈ ഒബ്സർവറിൻ്റെയും ഈ പ്ലെയിനും ഒബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു റിലേറ്റീവ് പൊസിഷനെ ബേസ് ചെയ്തായിരിക്കും ഇമേജിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഈ ഇമേജിൽ കിട്ടുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് ആൻഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ മൂന്നിൻ്റെയും റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഇമേജിൻ്റെ ഷേപ്പും സൈസും ഒക്കെ മാറും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നത്, കൺസെപ്റ്റ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാരലൽ പ്രൊജക്ഷനിലേക്ക് കൊണ്ടുവരുന്ന കൺസെപ്റ്റ് നമ്മൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയാൻ പാടില്ല. ഒബ്സർവർ എന്നാ അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരലൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതായത് ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാൻ പാടില്ല. ഒബ്സർവർ ഈസ് അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് അവേ ഫ്രം ദി ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അപ്പോൾ കൺവെർജിങ് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് കൺവെർജസ് ടു എ പോയിന്റ്. ഓക്കെ,
കൺവെർജിങ് പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് കൺവെർജിങ് ടു എ പോയിന്റ്. പാരലൽ പ്രൊജക്ഷനിൽ വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ. ഓക്കെ, അതിനെന്ത് വേണം? ഒബ്സർവർ ഈസ് അസ്യൂംഡ് ടു ബി സ്റ്റേ അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. ഇനി ഈ പാരലൽ പ്രൊജക്ഷൻ തന്നെ ക്ലാസിഫൈഡ് ചെയ്ത് 2 ആണ്. ഒന്ന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും അതേമാതിരി ഓബ്ലിക് പ്രൊജക്ഷനും. ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി, ഇത് കണ്ടോ? ഇത് സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇവിടെ വിഷ്വൽ റേസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ കണ്ടോ? 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഒബ്സർവർ ഈസ് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒബ്സർവർ ഈസ് അറ്റ് എ സർട്ടൈൻ ഡിസ്റ്റൻസ് അപ്പാർട്ട്. ആ സമയത്ത് വിഷ്വൽ റേസ് അത് ആദ്യം ഇതിങ്ങനെ ഉണ്ടാവാം, കൺവെർജസ് ടു എ പോയിന്റ്, പിന്നെ ഇതിനെ ബാക്കോട്ടേക്ക് വലിക്കും ഒബ്സർവർ. ആ സമയത്ത് എന്ത് ചെയ്യും? ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് തള്ളിക്കഴിഞ്ഞാൽ ഈ വിഷ്വൽ റേസ് പാരലൽ ടു ഈച്ച് അതർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, പിന്നെയും ഒബ്സർവർ മൂവ് ചെയ്ത് പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷ്വൽ റേസ് എന്ത് ചെയ്യും? ആദ്യം ഇങ്ങനെ വന്നു, പിന്നെ പാരലായി, പിന്നെ വിഷ്വൽ റേസ് ഇങ്ങനെ പോകും. ഓക്കെ, ഇങ്ങനെ പോകും, പിന്നെയും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ, അതേമാതിരി ഇങ്ങനെ വരുന്ന സമയത്തും എന്തായിരിക്കും? പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. അങ്ങനെ ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് അവയിൽ പാരലൽ ടു ഈച്ച് അതർ ആകുമ്പോൾ അതെന്താണ്? ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ മൾട്ടി വ്യൂ പ്രൊജക്ഷനും അതേമാതിരി ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഓബ്ലിക് പ്രൊജക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അതെന്നാണ്? ഇറ്റ് ഈസ് ഓൾസോ എ പാരലൽ പ്രൊജക്ഷൻ ആണ്. ഓബ്ലിക് പ്രൊജക്ഷൻ ഈസ് ഓൾസോ എ പാരലൽ പ്രൊജക്ഷൻ. വിഷ്വൽ റേസ് പാരലൽ തന്നെയായിരിക്കും ആ കേസിനും. പക്ഷേ ആ വിഷ്വൽ റേസ് പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കില്ല. ഓക്കെ, അതാണ് വ്യത്യാസം. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ കേസിൽ വിഷ്വൽ റേസ് പാരലാണ്, മാത്രമല്ല അത് പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓബ്ലിക്കിൻ്റെ കേസിൽ വിഷ്വൽ റേസ് പാരലൽ തന്നെ, പക്ഷേ അത് പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കില്ല, ഇൻക്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അപ്പോൾ കിട്ടുന്ന ഇമേജ് ആണ്, അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓബ്ലിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് കാണാൻ പറ്റും, ബോർഡിൽ കാണാൻ പറ്റും, മൾട്ടി വ്യൂ പ്രൊജക്ഷൻ ആൻഡ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയും. മൾട്ടി വ്യൂ അതേമാതിരി ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. മൾട്ടി വ്യൂ പ്രൊജക്ഷനും അതേമാതിരി ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ എന്നും പറയും. അപ്പോൾ മൾട്ടി വ്യൂ എന്ന് പറയുന്നതാണ് minimum two views is required to represent a 3D object. അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. മിനിമം 2 views required to represent a 3D object. അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അതായത് 2 വ്യൂസ് കിട്ടിയാൽ മതി. ആ 2 വ്യൂസ് മിനിമം വേണം. ആ 2 വ്യൂസിൽ കൂടി കംപ്ലീറ്റ് ഡയമെൻഷൻ കിട്ടുക എന്നതാണ് ഉദ്ദേശം. 2 വ്യൂസിൽ കൂടി കംപ്ലീറ്റ് ഡയമെൻഷൻ കിട്ടുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സ്ക്വയർ പിരമിഡ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും അറിയാം, വിഡ്ത്തും അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ടോപ്പ് വ്യൂ എടുക്കാം, ഫ്രണ്ട് വ്യൂ. അപ്പോൾ 2 വ്യൂ. അപ്പോൾ മിനിമം 2 വ്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ 3D ഒബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും, ഡയമെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അതിനാണ് നമ്മുടെ മൾട്ടി വ്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം 2 വ്യൂസ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് എ 3D ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി, അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ഒബ്ജക്റ്റ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? 3 വ്യൂസ് വരക്കും, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. അതിന് വലിയ മെഷീൻ്റെ സൈസും കോമ്പണൻസും വരുന്ന സമയത്ത് പിന്നെയും എക്സ്ട്രാ ഇമേജ് ഒക്കെ വരും. സെക്ഷണൽ വ്യൂസും അതേമാതിരി എക്സ്പ്ലോർഡ് വ്യൂസും എല്ലാം പറഞ്ഞിട്ട് വേറെ ഒരു ചെറിയ പാർട്ടുണ്ടാവും. അതിനൊക്കെ സൂം ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ പഠിക്കും. അതൊക്കെ മെഷീൻ ഡ്രോയിങ് അതിലുള്ള തേർഡ് ഇയറിലൊക്കെയാണ് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ മൾട്ടി വ്യൂസ് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി മിനിമം 2 വ്യൂസ് റിക്വയർഡ് ടു റെപ്രസെൻറ്റ് 3D ഒബ്ജക്റ്റ്. അതാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അത് മിനിമം 2 വ്യൂസ് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് ഇത് കിട്ടും, ആ 2 വ്യൂസിൽ കൂടി കംപ്ലീറ്റ് ഡയമെൻഷൻ കിട്ടുക. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ആക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നതാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വിൽ കം അണ്ടർ ദി കാറ്റഗറി ഓഫ് ആക്സോണോമെട്രിക് പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ ഐസോമെട്രിക്കിൽ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് 3D വ്യൂസ്, അത് 3D വ്യൂവിലാണ് ചിത്രം കാണാൻ പറ്റുക. അതായത്
ഇതെല്ലാം ഇപ്പോൾ 2D വ്യൂ അല്ലേ. അപ്പോൾ ഐസോമെട്രിക് ആക്ഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഈ ഒരു ഷേപ്പ്. അതായത് 3D വ്യൂസിലാണ് നമുക്ക് ഈ ഫിഗർ കാണാൻ പറ്റുക ഐസോമെട്രിക്കലി. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും, അതേയുള്ള വ്യത്യാസം. ഈ ഒരു 3D വ്യൂവിലാണ് നമുക്ക് ഇമേജ് കാണാൻ പറ്റുക. അപ്പോൾ ഐസോമെട്രിക്കലി 3D വ്യൂസിനാണ് എന്ത് കിട്ടുക, ഇമേജ് കിട്ടുക. അപ്പോൾ ആക്സോണോമെട്രിക് പ്രൊജക്ഷനിൽ വരുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. ഐസോമെട്രിക് 3D വ്യൂസിലാണ് കിട്ടുക. അതായത് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ്, ഈ 3 ഡയമെൻഷൻസും നമുക്ക് സിംഗിൾ വ്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് സിംഗിൾ വ്യൂ. ഈ സിംഗിൾ വ്യൂവിൽ ഇത്രയാണ് വിഡ്ത്ത്, ഇത്രയാണ് ലെങ്ത്, ഇത്രയാണ് തിക്നെസ്, ഇത് 3 നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും സിംഗിൾ വ്യൂസിൽ. ഓക്കെ. മൾട്ടി വ്യൂസിൽ എന്താണ്ടാവുക, 2 വ്യൂസേ ഉണ്ടാവും, 2D വ്യൂസും. മൾട്ടി വ്യൂ പറയുമ്പോൾ 2D വ്യൂ, ഐസോമെട്രിക് 3D വ്യൂ. ഓക്കെ. ഒരു ക്യൂബ് 30 മില്ലിമീറ്റർ 3 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ക്യൂബ് നമുക്ക് വരക്കണം എന്ന് വിചാരിച്ചോ. അതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് നമുക്ക് വരക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് വരക്കുക? ഓക്കെ, ഇതാണ് 3D വ്യൂ. ഒരു ക്യൂബിൻ്റെ ഐസോമെട്രിക് വ്യൂ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരി വരക്കേണ്ടത്. ഓക്കെ. 30 ഡിഗ്രി ആംഗിളിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ എടുക്കുക. First we have to draw one horizontal line. Draw one horizontal line. ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുക. 30 ഡിഗ്രി ആംഗിൾ എടുക്കുക, ഒരു ലൈൻ എടുക്കുക. 30 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കുക. 3 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക, 3 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇവിടുത്തെ ഒരു പെർപെൻഡിക്കുലർ, എത്ര ഹൈറ്റ്? സെയിം 3 സെൻറ്റിമീറ്റർ. ഇനി ഈ ലൈനിന് പാരലായിട്ട് ഇവിടുന്ന് വരക്കുക, സെയിം 3 സെൻറ്റിമീറ്റർ. ഇതിന് പാരലായിട്ട് ഈ പോയിന്റിൽ നിന്ന് വരക്കുക, എത്ര? സെയിം 3 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്കത് കിട്ടി, എന്താ ഇവിടെ ഇത്. ഇനി ഇത് റേഡിയസ് എടുത്തിട്ട് ഇവിടെ ആർക്ക് ഇത്രയും റേഡിയസ് ഈ പോയിന്റിന് വിത്ത് റെസ്പെക്ട് ടു ആർക്ക്. ഓക്കെ. അപ്പോൾ ഇതിപ്പം എ ബി സി, അതിന് പിറകിലത്തെ ഉണ്ടാവില്ലേ ഡി. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണോ അതേ ഹൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ. സോ എ ബി സി ഡി പി ക്യു ആർ എസ് ഇതേമാതിരി വരും. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 30, ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ക്യൂബിന്റെ ഐസോമെട്രിക് പൊസിഷൻ. ഇവിടെ നിങ്ങൾക്ക് ഒരു റോംബസ് ആയിട്ട് കാണാൻ പറ്റുക. ദിസ് ഇസ് കോൾഡ് റോംബസ്. ഇത് 120 ഡിഗ്രി ആയിരിക്കും, ഇത് 120 ഡിഗ്രി ആയിരിക്കും. 120 220 360 മൈനസ് 120 260. ഓക്കെ. സോ ദിസ് ആംഗിൾ വിൽ ബി 60 ആൻഡ് 60. Similarly in this case also ഇത് എത്ര വരും മൊത്തത്തിൽ? ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 120 പ്ലസ് 30 150 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 180. Okay. So what about this angle? This angle is equal to 120. This is equal to 120. ഇതിന് 120 കിട്ടിയേ നമ്മൾ ഇതിനൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇത് 90 ഡിഗ്രി. 90 പ്ലസ് 30 is equal to 120. 120 പ്ലസ് 60 is equal to 120 plus 60 is equal to 180. ഈ ട്രയാങ്കിളിന്റെ ടോട്ടൽ സം is equal to 180 ആണ്. സോ 180 പ്ലസ് 60 പ്ലസ് 120 is equal to 180. ഓക്കെ. സോ ഇത് 180 വരുമല്ലോ, അത് അറിയിക്കുമല്ലോ. ഓക്കെ. അപ്പോൾ ഇത് 120, ദിസ് ഈസ് ടോട്ടലി 120 ആൻഡ് ഹിയർ ദിസ് പോർഷൻ is 60. ദിസ് ആംഗിൾ is 30. ഇത് 120, ഇത് 60 ആണ്. ഓക്കെ. അപ്പോൾ ബാക്കി എല്ലാ ആംഗിളും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ. ഓക്കെ. ഇനി ശരിക്കും ഇത് ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഒരു സ്ക്വയർ ആയിരിക്കൂലേ ശരിക്കും പറഞ്ഞാൽ. എത്ര? ബേസ് എഡ്ജ് 30 വരുന്ന ഒരു സ്ക്വയർ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഈ ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരച്ചിട്ടുള്ളത്.
ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ബേസ് എഡ്ജ് 30 ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 30 × 0.816 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഡിസ്റ്റൻസ് എടുക്കാൻ. ഓക്കെ, ഇതൊരിക്കലും 30 വരക്കാൻ പാടില്ല. 30 × 0.816 ആ ലെങ്ത്തിന് വേണം നമ്മൾ കംപ്ലീറ്റ് വരയ്ക്കാൻ. അപ്പോൾ ഇതും ഇത് ഉണ്ടാവുക 30 അല്ല, 30 × 0.816 ആയിരിക്കും ശരിക്കും പറഞ്ഞത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 0.816 എങ്ങനെ വരുന്നുള്ള കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ ഈ ഐസോമെട്രിക് ബേസ് എഡ്ജ് 30 തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ അതിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടി നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അതിനെ പറയും ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയും. ഈ ഐസോമെട്രിക് സ്കെയിൽ എങ്ങനെ നമുക്ക് കിട്ടുക? ഹൗ വിൽ യു ഗെറ്റ് ദിസ് ഐസോമെട്രിക് സ്കെയിൽ? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഐസോമെട്രിക് പ്രൊജക്ഷൻ. ശരിക്കും ഇതെത്രയാണ് വരിക? 30 × 0.816 ആണ്. ഓക്കെ, അപ്പോൾ ഈ അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ദിസ് ഇസ് എ റോംബസ്, ഇറ്റ്സ് നോട്ട് എ സ്ക്വയർ. ഐസോമെട്രിക് പൊസിഷനിൽ ഇതൊരു റോംബസ് ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. പക്ഷെ ശരിക്കും ടോപ്പിൽ നോക്കുമ്പോൾ എന്താണ്? സ്ക്വയർ ആണ്. ശരിയല്ലേ? സ്ക്വയറിൻ്റെ 30. ഓക്കെ, ഐസോമെട്രിക് പൊസിഷൻ ഇറ്റ് ഇസ് എ റോംബസ്. എത്രയാണ് സൈസ്? 30 × 0.816. ടോപ്പിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ സ്ക്വയർ ഓഫ് ബേസ് എഡ്ജ് 30. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചിട്ടാകുമ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുന്നു. അപ്പോൾ അതിവിടെ കട്ട് ചെയ്യും. ഓക്കെ, അതേമാതിരി ഇവിടെ ഒരു 30 കട്ട് ചെയ്യും, ഇവിടെ ഒരു ആർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വിചാരിക്കും ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള 30 വരക്കുമ്പോൾ കിട്ടുന്ന റിയൽ വ്യൂ ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതെന്താണ് ശരിക്കും ഇത് ട്രൂ ലെങ്ത് ആണ്. ദാറ്റ് ഈസ് 30. ഇതോ ഇറ്റ് ഈസ് ദി ഐസോമെട്രിക് ലെങ്ത്. ഈ പി എസ് ഇതിപ്പം പി എച്ച് ആണെങ്കിൽ ഹിയർ പി എച്ച് ഈസ് ഈക്വൽ ടു true length and PS is equal to isometric length. PH എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തും PS എന്ന് പറയുന്നത് എന്താണ്? ഐസോമെട്രിക് ലെങ്ത്തും ആയിരിക്കും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇത് സ്ക്വയർ ബോക്സ്. ഓക്കെ, ദിസ് വൺ ഈസ് റോംബസ്. സ്ക്വയർ ബോക്സും മറ്റൊരു റോംബസും ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഈ സ്ക്വയർ ഫേസ് ഉണ്ടല്ലോ, ഈ സ്ക്വയർ ഫേസ് നമ്മൾ ഐസോമെട്രിക്കിലേക്ക് മാറ്റുമ്പോൾ റോംബസ് ആയിട്ട് മാറുകയില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ട്രാൻസ്ഫോം ഫ്രം സ്ക്വയർ ടു റോംബസ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഐസോമെട്രിക് പൊസിഷനിൽ എത്തുമ്പോൾ ഈ സ്ക്വയർ എന്നത് റോംബസ് ആയിട്ട് മാറുകയില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഐസോമെട്രിക് സ്കെയിൽ വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഐസോമെട്രിക് സ്കെയിൽ അപ്പോൾ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ ചിത്രം. കൺസിഡർ ദിസ് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ ഞാൻ ഇവിടെ വരക്കുന്ന ട്രയാങ്കിൾ. അപ്പം ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് യു ഗോട്ട് ട്രയാങ്കിൾ. ശരിയല്ലേ? സി ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടും, 4 ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് 90 ആണ് നമുക്കറിയാം. ഇത് 90, ഇത് 90, ഇത് 90 ആണ്. ഓക്കെ, പിന്നെ ഇത് റോംബസ് ആകുന്ന സമയത്ത് ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? അതേമാതിരി ഇത് 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 30, ഇത് 90. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരിക? 90, 30, 120. ദിസ് വിൽ ബി 60. അതിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ഇതാണ് ഐസോമെട്രിക് ലെങ്ത്
ഇത് ട്രൂ ലെങ്ത് ആണെന്ന് പറയാം. ഓക്കെ, നൗ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് 90, ഇത് 30. ഓക്കെ, അപ്പോൾ 90, 30, 120. ഓക്കെ, അപ്പോൾ ഇത് നമുക്കറിയാലോ, ഇത് ഒരു സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര വരിക? വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ദിസ് ഇസ് 90. ഓക്കെ, അപ്പോൾ ഇത് 45 വരും. അപ്പോൾ ഇത് 45. ഓക്കെ, അത് 45 വന്നു. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ചെറിയ ട്രയാങ്കിൾ, ഇത് 30, 90, ദിസ് വൺ ഈസ് 45. ഓക്കെ, അപ്പോൾ 45 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 135. 135 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 165. കഴിച്ച് ഇത് എത്ര വരിക? 15 ഡിഗ്രി. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു കൺസിഡർ ദിസ് സ്മോൾ ട്രയാങ്കിൾ. ആ സ്മോൾ ട്രയാങ്കിളാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത് നോക്കണേ, ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഈ കുഞ്ഞു ട്രയാങ്കിൾ ഇത് 15. ഓക്കെ, ആൻഡ് ദിസ് വൺ ഈസ് 45. ഓക്കെ, 45. അപ്പോൾ ഇത്ര 45ഉം 55ഉം 60. 60ഉം ട്രൂ ലെങ്ത്. അപ്പോൾ നമുക്കറിയാം ഇത് ട്രൂ ലെങ്ത്, കാരണം ഈ കാണുന്ന ലൈനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? ദിസ് ഇസ് ദി ഐസോമെട്രിക് ലെങ്ത്. ഇത് ട്രൂ ലെങ്ത്. ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനെ പറഞ്ഞ പേരാണ് ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടാകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും, ആക്ച്വൽ ലെങ്ത് ബേസ് വെച്ച് 30 എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരും ഒരു ക്യൂബിൻ്റെ. എന്നിട്ട് ആ ക്യൂബിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ നിങ്ങൾ വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്യൂബിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. അപ്പോൾ അതിനൊരു 3 മാർക്ക്. എന്നിട്ട് ചെയ്യേണ്ടത് ക്യൂബിൻ്റെ ഐസോമെട്രിക് സ്കെയിൽ വരക്കാൻ പറയും. ഈ ഐസോമെട്രിക് സ്കെയിലിനെ വരക്കേണ്ടത് ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, നീട്ടിയിട്ട്. ഓക്കെ, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 15 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക, 15 ഡിഗ്രിയിൽ. ഓക്കെ, എന്നിട്ട് എത്രയാണോ ലാർജർ ഡയമെൻഷൻ, ആ ലാർജർ ഡയമെൻഷൻ്റെ അത് ചിത്രത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഡയമെൻഷൻ തരും. ചിലപ്പോൾ ആക്സസിൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ സ്ലാൻഡിങ് ഹൈറ്റോ എന്തൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാട്ട് കുറച്ചും കൂടി ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റൂ. എന്നിട്ട് ഇവിടുന്ന് 45 ഡിഗ്രി ആംഗിൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഒരു ലൈൻ എടുക്കുക, എന്നിട്ട് ഇത് റിമൂവ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഐസോമെട്രിക് സ്കെയിൽ. ഓക്കെ, സപ്പോസ് ക്യൂബിൻ്റെ എഡ്ജ് 30 ആണെങ്കിൽ നമ്മൾ വേണം 1, 2, 3. അപ്പോൾ ഇത് 30. ഇതാണ് ആക്ച്വൽ ലെങ്ത്. ഈ ലൈനാണ് നമ്മുടെ ആക്ച്വൽ ലെങ്ത്തിൻ്റെ പോയിന്റ് എടുക്കേണ്ടത്. ഇത് ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ആക്ച്വൽ ലെങ്ത്. ഇതാണ് ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ ഈ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എത്ര വരിക? ഇതാണ് 3 സെൻറ്റിമീറ്റർ. ഇനി ഈ കാണുന്ന ലൈനിന് പാരലായിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇപ്പോഴത്തെ ലൈൻ വരയ്ക്കുക. ഇറ്റ് ഈസ് പാരൽ ടു ദിസ് വൺ. അപ്പോൾ ഈ 30ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 30 × 0.816 ആയിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് 30 × 0.816 എന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ ആൻസർ കിട്ടും. പക്ഷേ ഗ്രാഫിക്സിലും അങ്ങനെ തന്നെ കിട്ടും. പക്ഷെ എന്നാൽ ഗ്രാഫിക്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയുന്ന ആ ഒരു ചിത്രം നിർബന്ധമായിട്ട് വരച്ചേ പറ്റും. ഈ ഐസോമെട്രിക് സ്കെയിലിൻ്റെ ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ മെഷർമെൻറ്റ് എടുക്കാൻ. അല്ലാതെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് അങ്ങനെ മെഷർമെൻറ്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിൽ വേണം നമ്മൾ പിന്നെ ഇവിടെയുള്ള എല്ലാ ചിത്രവും വരയ്ക്കാൻ. അങ്ങനെയാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഐസോമെട്രിക് സ്കെയിൽ വന്നത് എന്നത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്നാണ് മനസ്സിലായത്. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല. എക്സാമിന് ചോദിക്കാൻ നിങ്ങൾക്ക് ആകെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡ്രോ ദിസ് ഐസോമെട്രിക് സ്കെയിൽ. വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ലൈൻ വരയ്ക്കുക, ഒരു പോയിന്റ് വരയ്ക്കുക, 15 ഡിഗ്രി, ഇവിടുന്ന് 45 ഡിഗ്രി. അപ്പോൾ ഈ കണ്ടോ, ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതാണ് എന്തെന്ന്? ഐസോമെട്രിക് ലെങ്ത്. 120, ഇത് 120 വരും. ഈ 120ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന്? ട്രൂ ലെങ്ത്. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐസോമെട്രിക് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. ഇനി ചിലപ്പോൾ ഐസോമെട്രിക് വ്യൂവിൻ്റെ പ്രോബ്ലം ചോദിക്കാം. ഐസോമെട്രിക് വ്യൂ ആണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ ആ ഐസോമെട്രിക് വ്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ഇതേ ചിത്രം തന്നെ വരക്കേണ്ടത്. പക്ഷെങ്കിൽ ഈ സ്കെയിൽ വരക്കേണ്ട ആവശ്യമില്ല. പകരം 30 ആണെങ്കിൽ നമ്മൾ 30 തന്നെ വരച്ചോളൂ, വേറെ ഒരു മാറ്റമില്ല. ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ 30 × 0.816 അതിനാണ് വരയ്ക്കുന്നത്. ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറയും, ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ 30 ആണെങ്കിൽ 30 തന്നെ എടുക്കുക. അതിന് 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഐസോമെട്രിക് സ്കെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയെ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ദാറ്റ്സ് ഓൾ.